നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം 95, 2000, 2005 ഈ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികളെ ജീവിതം വളരെ മനോഹരവും സന്തോഷവും എൻ്റർടൈൻമെൻറ്റും ആക്കി തന്ന ഒരു സ്പോർട്സാണ്, ഒരു ടിവി ഷോയാണ് WWE. നമ്മൾ ഇപ്പം സ്കൂള് വിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് വരും 4 മണിക്ക്. എന്നിട്ട് നമ്മൾ WWE കാണാൻ വേണ്ടി ഇരിക്കും. 4 മണിക്കാണ് WWE തുടങ്ങുന്നത്. അന്ന് 10 സ്പോർട്സിലായിരുന്നു അത്. അന്നത്തെ കാലത്ത് റെസ്ലേഴ്സിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. കാരണം എല്ലാവരെയും നമുക്ക് ഭയങ്കര പരിചയമാണ്. അവരാണ് നമ്മുടെ WWE തുടർന്ന് കാണാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ജോൺ സീന, ബാറ്റിസ്റ്റ, അണ്ടർടേക്കർ, കെയ്ൻ, ട്രിപ്പിൾ എച്ച്, ഷോൺ മൈക്കിൾസ്, റെയ് മിസ്റ്റീരിയോ, ബിഗ് ഷോ, റാൻഡി ഓർട്ടൺ, മാർക്ക് ഹെൻറി, അങ്ങനെ ഒരുപാട് പേരെ നമുക്കറിയാം. ഇപ്പം റേറ്റിംഗ് കുറഞ്ഞ WWE സൂപ്പർ സ്റ്റാർസിനെ വരെ നമുക്ക് അറിയാം. ഇപ്പോൾ സാക് റൈഡർ, ഡോബ് സിംഗർ, പിന്നെ ഈ സിംഗാര, ഇവരെയൊക്കെ നമുക്ക് അറിയാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കാണുന്ന അതിൻ്റെ ലൈവ് ആണെങ്കിലും ഹൈലൈറ്റ്സ് ആണെങ്കിലും നമ്മൾ കാണുന്നതാണ്. ഇപ്പം WWE ഇത് മാറിയെന്ന് വെച്ചാൽ ആരാധകരെ കൂടുതലും എൻ്റർടൈൻമെൻ്റ് ആക്കി തന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ 97 തൊട്ടാണ് WWE. അന്നത്തെ ചെയർമാനായ വിനീസ് മിക്മാനാണ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്ന WWE പുതിയൊരു എറ, ആറ്റിറ്റ്യൂഡ് എറ. ആ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം ലോകത്തിലെ മറ്റ് റെസ്ലിംഗ് കമ്പനിക്കാർക്ക് ഭയങ്കര ഭീഷണിയായി. കാരണം ആ സമയത്ത് WWE ഇരുന്ന റെസ്ലേഴ്സിനെ നമുക്ക് ഒരിക്കലും അവഗണിച്ച് കളയാൻ കഴിയില്ല. അവരാണ് WWE നെടുന്തൂണ്. അവർ ചെയ്ത സ്റ്റോറിയും ഫൈറ്റുമാണ് ഇന്നും റെസ്ലിംഗ് കമ്പനിയെ പിടിച്ചു നിർത്തുന്നത്. ഇപ്പം സ്റ്റോൺ ഗോൾഡ്, റോക്ക്, ബിഗ് ഷോ, ട്രിപ്പിൾ എച്ച്, കർട്ട് ആംഗിൾ, മിക്ക് ഫോളി, അതുപോലെ തന്നെ ഈ ഓവൻ ഹാർട്ട്, ബ്രെറ്റ് ഹാർട്ട്, ഇവരെയൊന്നും നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ കഴിയത്തില്ല. കാരണം അവരാണ് WWE ഇന്നും പിടിച്ചു നിർത്തുന്നത്. എല്ലാവരും ഇപ്പോഴും ഇഷ്ടപ്പെടുന്നതും ലെജൻസിനെയാണ്, അവരുടെ മാച്ചുകളെയാണ്. അന്ന് 97 WWF ആയിരുന്നു, ഫെഡറേഷനായിരുന്നു. ആ സമയത്തൊക്കെ എന്താ പറയുക, ഇപ്പോഴും ഞാൻ 97, 98, 99 ഇതുവരെയുള്ള ആ കാലത്തിലുള്ള സെഗ്മെൻറ്റുകൾ, സ്റ്റോറികളൊക്കെ ഞാൻ കാണും. ട്രിപ്പിൾ എച്ചും സ്റ്റോൺ കോൾഡും ആയിട്ടുള്ളത്. പിന്നെ ജനറേഷൻ എക്സ്, ഇപ്പം ട്രിപ്പിൾ എച്ച്, ഷോൺ മൈക്കിൾസ്, ചൈന, ഇവരുടെ ആയിരുന്നു. പിന്നെ വേറെ ഉണ്ടായിരുന്നു എക്സ് പാക്ക്, അങ്ങനെ ഒരു ടീമിൻ്റെയാണ് DX. പിന്നെ ഞാൻ പഴയത് കാണുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റോൺ കോൾഡിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്, ഈ WWE CEO ആണ്. അത് ഞാൻ എപ്പോഴും കാണുന്നത് പഴയതാണ്. ഇതൊന്ന് 98 ഉള്ളതാണെന്ന് തോന്നുന്നു. സ്റ്റോൺ കോൾഡ് CEO ആണ് WWE. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അണ്ടർടേക്കറിൻ്റെ ഈ ബ്രദർ ഓഫ് ഡിസ്ട്രാക്ഷൻ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു WWEക്ക് നമ്മളെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കണ്ടന്റുകൾ അവർ ഉണ്ടായിരുന്നു. അവരുടെ WWEക്കാരുടെ ഏറ്റവും വലിയ ഷോ എന്ന് പറഞ്ഞാൽ റസൽമേനിയ. ഈ റസൽമേനിയ ഒരു ഭയങ്കര ഒരു ഉത്സവമായിട്ടാണ് കാണുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് റസൽമേനിയ കാണാനായിട്ട് വരുന്നത്. ഇപ്പം അതുപോലെ തന്നെ റസൽമേനിയയ്ക്ക് മുമ്പെയുള്ള സ്പെഷ്യൽ ഷോ ഉണ്ട്. ഇപ്പോൾ റോയൽ റംബിൾ ഉണ്ട്, എലിമിനേഷൻ ചാമ്പർ ഉണ്ട്, പിന്നെ സർവൈവർ സീരീസ്, സമ്മർ സ്ലാം, ഇതൊക്കെയാണ് അവരുടെ മറ്റ് പ്രത്യേക ഷോകൾ. ഇതൊക്കെ ഞാൻ കാണുന്നതാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ WWE ഇപ്പം ആളുകൾക്ക് കാണാനായിട്ട് താല്പര്യം വളരെ കുറവാണ്. കാരണം ഇന്നിപ്പോൾ ടി വിയിലല്ല അവർ ചെയ്യുന്നത്, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സുമായിട്ടാണ് അവർക്കിപ്പം ഇത് കരാറുള്ളത്. പണ്ട് 10 സ്പോർട്സ് ആയിരുന്നു, പിന്നെ കുറേ നാൾ സോണി സ്പോർട്സിലായി, ഇപ്പം നെറ്റ്ഫ്ലിക്സിലാണ്. ഇപ്പം നെറ്റ്ഫ്ലിക്സിലായതുകൊണ്ട് ടി വി കാണുന്ന ആളുകളുടെയൊക്കെ എണ്ണം വളരെ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പം WWE ആളുകൾക്ക് തന്നെ അറിയാം WWE ഇപ്പം നല്ല രീതിയിൽ പോരായ്മകളുണ്ട്, എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിൽ പോരായ്മകളുണ്ട്, ഇപ്പോൾ ഓഡിയൻസിൻ്റെ ഇതിലും പോരായ്മകളുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് WWE വർക്ക് ചെയ്യുന്ന റെസ്ലേഴ്സ്. കാരണം ഇന്നത്തെ ആളുകൾ കുറച്ചും കൂടി ഇതായിട്ടുള്ള ക്യാരക്ടറുകൾ അവർ എടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ പണ്ട് ഒരുപാട് ക്യാരക്ടർ ഉണ്ടായിരുന്നു.
അതവരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കർട്ട് ആംഗിളിനൊക്കെ ക്യാരക്ടറും സ്റ്റോൺ കോൾഡ്. ഇപ്പൊ അണ്ടർടാക്കർ തന്നെ 3 ഇത് ചെയ്തിട്ടുണ്ട്. അണ്ടർടാക്കർ, ഡെഡ്മാൻ, അമേരിക്കൻ ബാഡാസ്, അങ്ങനെ 3 ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കെയിൻ്റെ ഇതൊക്കെ എന്തുവാ ഇമ്പോസ്റ്റർ കെയിനും ഉണ്ട്, ഒറിജിനൽ കെയിനും ഉണ്ട്. അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. കെയിൻ്റെ ഒക്കെ ഈ 2006 സെഗ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയാ, ഈ ആറ്റിറ്റ്യൂഡ് ഇറക്കിയ ശേഷം വന്നത് റൂത്ത്ലെസ് അഗ്രസീവ് ആണ്, ജോൺസിനാണ് തുടങ്ങി വെച്ചത്. അങ്ങനെയൊക്കെ ഭയങ്കര രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. പക്ഷെ ഇന്ന് നല്ല രീതിയിൽ ബോറായിക്കൊണ്ടിരിക്കുകയാണ് WWE. ഇന്നത്തെ ക്യാരക്ടറുകളുടെ കാര്യത്തിൽ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ റോയൽ റംബിൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ വുമൻസിന്റെ റോയൽ റംബിളാണ് സൂപ്പർ ആയിട്ടുള്ളത്. കാരണം അർഹതപ്പെട്ട ഒരു ആളുടെ കയ്യിൽ തന്നെയാണ് അത് വിന്നറാക്കിയത്, ലീവ് മോർഗൻ. പക്ഷെ മെൻസിന്റെ കാര്യത്തിലും എനിക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വിജയമൊക്കെ അർഹതപ്പെട്ട ആളുടെ കയ്യിൽ തന്നെയാണ് കൊടുത്തത്, റോമൻ റീൻസിനെ. പക്ഷെ ഈ ബ്രോക്ക് ലെസ്നർ വെറും ഒരു കോമാളിയാക്കി മാറ്റിയതായിട്ട് എനിക്ക് തോന്നി. കാരണം വിനീസ് മിക്മാൻ 2002 ബ്രോക്ക് ലെസ്നറിനെ WWE കൊണ്ടുവരുമ്പോൾ ബീസ്റ്റായിട്ടും ആനിമലൊക്കെ ആയിട്ടാണ് കാണിച്ചത്. അന്നത്തെ ബ്രോക്ക് ലെസ്നർ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടവും പേടിയും ഒക്കെയാണ്. അങ്ങനെ ഇരുന്ന ബ്രോക്ക് ലെസ്നറിനെ ഈ കഴിഞ്ഞ റോയൽ റംബിൾ എന്താ പറയാ, പെട്ടെന്ന് തന്നെ ഈ കൂടി റോഡ്സും പിന്നെ LA നൈറ്റ്സും കൂടെ എലിമിനേറ്റ് ആക്കി കളഞ്ഞു. ആളുകൾ ആകെ വിഷമത്തിലായിപ്പോയി. കാരണം അങ്ങനെ പെട്ടെന്ന് കളയേണ്ട ഒരാളില്ലായിരുന്നു. വിജയിച്ചില്ലെങ്കിലും ഒരു 4 പേരിൽ ഒരാളായിട്ട് നിൽക്കാൻ വളരെ അർഹനായിരുന്നു. അത് ആവശ്യമായിരുന്നു ഞങ്ങൾക്ക് ഓഡിയൻസിന്. അല്ലാതെ അവർ പെട്ടെന്ന് തന്നെ ബ്രോക്ക് ലെസ്നറിനെ കളഞ്ഞു. പിന്നെ എന്താ പറയാ, ഇപ്പം ഒബാഫേമിയും ബ്രോക്ക് ലെസ്നറുമായിട്ടുള്ള മാച്ച് റസൽമേനിയ 42 വരുന്നുണ്ട്. അപ്പം ഈ ഒബാഫേമിയൊക്കെ ആയിട്ടുള്ള ഇതിലൊക്കെ ബ്രോക്ക് ലെസ്നർ ഇടി മേടിച്ച് കൂട്ടുകയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഇപ്പൊ WWE കാണാൻ ആള് കുറവ്. ഇപ്പൊ WWE റസൽമേനിയയിൽ ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ റസൽമേനിയ 38 1,55,000 എത്ര ആളുകളാണ്. അതിനുശേഷം റസൽമേനിയ 40 അത് 1,45,000 ആയിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ റസൽമേനിയ കാണുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ വർഷമൊക്കെ റസൽമേനിയയിലൊക്കെ 1,20,000 ഉള്ളായിരുന്നു. ഇപ്പോഴത്തെ ഇത് ഞാൻ അറിഞ്ഞത് റസൽമേനിയ ടിക്കറ്റ്സ് വളരെ രീതിയിലാണ് കുറവായിട്ടാണ് വിറ്റുപോയിരിക്കുന്നത്. 80 എത്രയോ ആയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ടിക്കറ്റുകൾ പെൻഡിങ് ഉണ്ട്. ഇപ്പം കാരണം എന്ന് വെച്ചാൽ ഇന്ന് WWE അത്രയ്ക്കും എന്റർടൈൻമെന്റ് അല്ല. കാരണം ജോൺസിനെ ഹീൽ ക്യാരക്ടറാക്കി, ഈ കൂടി റോഡ്സിനെ തന്നെ വീണ്ടും അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ, അതൊക്കെ ആക്കുമ്പം ജനങ്ങൾ അത്രയൊരു എന്റർടൈൻമെന്റ് ഇല്ല. ഇപ്പൊ റോയൽ റംബിളിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഒരു പ്രഡിക്ഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ക്രിസ് ജെറിക്കോ ഒക്കെ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയ പ്രഡിക്ഷൻ ഒരെണ്ണം മാത്രം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആരുടെ ആയിരുന്നു, ഒരു TNA പ്ലെയർ ആയിരുന്നു അയാൾ, ഓർമ്മ കിട്ടുന്നില്ല പേര്. ഒരു TNA പ്ലെയർ ആയിരുന്നു, അയാൾ തിരിച്ചു വന്നു, റോയൽ റംബിൾ വന്നായിരുന്നു. അങ്ങനെ എന്താ പറയുക, WWE ഇപ്പം ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ WWE പണ്ടത്തെ WWE വുമൻസിന്റെ കാര്യത്തിൽ ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ ജനറേഷനിലെ സ്ത്രീകൾക്ക് ഒരുപാട് അവസരങ്ങൾ WWE കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് അവസരം സ്ത്രീകൾക്ക് അത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പണ്ട് നോക്കുമ്പോൾ ഒറ്റ ചാമ്പ്യൻഷിപ്പേ ഉള്ളായിരുന്നു സ്ത്രീകൾക്ക്, വുമൻസ് ചാമ്പ്യൻഷിപ്പ്, പിന്നെ DBS ചാമ്പ്യൻഷിപ്പ്, ഇത് രണ്ടും മാത്രമേ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ വുമൻസിന് അങ്ങനെ റോയൽ റംബിലൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു, അവർക്ക് മാച്ചൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം വുമൻസിനും റോയൽ റംബിൾ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ വുമൻസ് റോയൽ റംബിൾ നല്ലതായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു മെൻസിനേക്കാൾ. അതുപോലെ തന്നെ വുമൻസിന് ചാമ്പ്യൻഷിപ്പുമായി. ഇപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പായി, വുമൻസ് ചാമ്പ്യൻഷിപ്പായി, സ്മാക്ക് ഡൗൺ ചാമ്പ്യൻഷിപ്പ്, പിന്നെ ടാഗ് ടീം, ഇന്റർകോമൻ്റൽ ഇത് ഇങ്ങനെ വുമൻസിനും കൂടെ പങ്കിട്ടാണ് ഇപ്പം ഉള്ളത്. പണ്ട് മെൻസിന് മാത്രമേ ഉള്ളായിരുന്നു ഇങ്ങനെ ചാമ്പ്യൻഷിപ്പ്, WWE ചാമ്പ്യൻഷിപ്പ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ സ്ത്രീകൾക്കും വന്നു. അതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. പിന്നെ ഇവരിപ്പം ഈ WWE ഇപ്പം ഈ സൗദി അറേബ്യയിലേക്കാണ് പല ഷോകളും നടക്കുന്നത്. ഈ
റോയൽ റംബിൾ സൗദി അറേബ്യയിൽ നടത്തിയതിൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കംഫർട്ട് ഡ്രസ്സുണ്ട്. അതിലേ അവർക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റില്ല. ഇപ്പൊ സൗദി അറേബ്യയിലേക്കെന്ന് വെച്ചാൽ അങ്ങനെ പറ്റത്തില്ല. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലൊക്കെ അവർ ഭയങ്കര കർശനമാണ്. പക്ഷേ ഈ റെസ്ലേഴ്സിന് അവരുടേതായിട്ടുള്ളൊരു ഡ്രസ്സിങ് കോഡുണ്ട്. അത് ഇടുമ്പോഴാണ് അവർ കൂടുതലും കംഫർട്ട് ആവുന്നത്. അതും പിന്നെ അവരുടെ ഈ അത്ര ഓഡിയൻസിന്റെ കാര്യത്തിലൊക്കെ അത്ര ഇതൊന്നും ഇല്ല. പക്ഷെ അവർക്ക് പൈസയുടെ കാര്യത്തിൽ നല്ലതായിരിക്കും. എനിക്ക് സംശയമാണ്. അങ്ങനെ ഇനിയിപ്പോ റെസൽമേനിയ ഇനി അബുദാബിയിൽ നടത്തും, സൗദി അറേബ്യയിൽ നടത്തുമെന്നാണ് ഒരു ന്യൂസ് ഉള്ളത്. അതിനി നടത്താതിരിക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ പിന്നെയും കാണികളുടെ ഇത് കുറയും. അപ്പം എന്താ പറയാ, ഇന്ന് റെസലേഴ്സിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരെയും നമുക്ക് അറിയത്തുപോലുമില്ല. അതുപോലെ തന്നെ ഇപ്പം റെസൽമേനിയയിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സ്ത്രീകളുടെ വുമൻസ് ചാമ്പ്യൻഷിപ്പ് ലീവ് മോർഗൻ വേഴ്സസ് സ്റ്റെഫനി വാൾക്കർ. അതിൻ്റെ അകത്ത് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ലീവ് മോർഗൻ ജയിക്കണം. എന്നിട്ട് ലീവ് മോർഗന്റെ സിസ്റ്റർ, പാർട്ട്ണർ, ബോഡി ഗാർഡായ റാക്കേൽ ലീവ് മോർഗനെ ആ സമയത്ത് അറ്റാക്ക് ചെയ്യണം. എന്നിട്ട് ലീവ് മോർഗനും ഇപ്പം റാക്കേലും തമ്മിൽ തെറ്റണം. എന്നിട്ട് അവർ തമ്മിൽ ഈ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാലേ എന്താ പറയുക, ഒരു മറ്റൊരു സ്റ്റോറി തുടങ്ങത്തുള്ളൂ. അല്ലാതെ എപ്പോഴും റാക്കേൽ ഈ ലീവ് മോർഗന്റെ ഒരാളായി കൂടിക്കഴിഞ്ഞാൽ എന്താ പറയാ, അത് ഓഡിയൻസിന് അത്രയും ഇഷ്ടമല്ലായിരിക്കും. കാരണം ഇപ്പൊ റാക്കേലിന് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും പരാജയം മാത്രമാണ് റാക്കേലിനുള്ളത്. പക്ഷെ റാക്കേൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പം നന്നായി വരുമെന്നാണ് എനിക്കൊരു വിശ്വാസം. കാരണം മുമ്പൊക്കെ റാക്കേലിന് ഭയങ്കര ഫാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഈ ഹീൽ ക്യാരക്ടർ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഹേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം പറയുകയാണെങ്കിലും ഫിൻ ബാലോറൊക്കെ ഇപ്പം ജഡ്ജ്മെന്റ് ഡേയിൽ നിന്ന് അടിച്ചു പിരിഞ്ഞു. ഇപ്പം ഡൊമിനിക് സ്റ്റീരിയോ ആയിട്ട് മാച്ച് വരുന്നുണ്ട്. അതിനകത്ത് മിക്കവാറും ഫിൻ ബാലോർ ജയിക്കാനാണ് സാധ്യത. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ റെസൽമേനിയോട് കൂടെ ജഡ്ജ്മെന്റ് ഡേ പൊളിയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ എന്താ പറയാ, സ്ത്രീകൾക്കിടയിൽ കുറെ ഇത് തരുന്നത് റിയ റെഫ്ലിയൊക്കെയാണ്. റിയ മിക്കവാറും ഈ തവണ വുമൻസ് ചാമ്പ്യൻ ആയി മാറും. അപ്പം ഇന്നത്തെ WWE ഒരു എന്താ പറയാ, എന്റർടൈൻമെന്റിന്റെ കുറവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കും ഒക്കെ എന്താ പറയാ, അത് തോന്നുന്നതാണ് എന്റർടൈൻമെന്റ് വളരെ കുറവാണെന്ന്. അപ്പം പിന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് സ്ത്രീകൾക്ക് ഒരുപാട് അവസരം കൊടുക്കുന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം റെസൽമേനിയ ഭയങ്കര ഒരു വൈബിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ WWE കമ്പനി ഒരുപാട് ഓഡിയൻസും അതുപോലെ തന്നെ എൻ്റെ ക്യാരക്ടറിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിന്റെ പറ്റി. ഞാനിപ്പോൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അപ്പം ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് നമുക്ക് റെസൽമേനിയ ഇവിടെ വരുന്നത്. അപ്പം അതെല്ലാവരും കാണുക, ഇഷ്ടപ്പെടും. കാരണം റോമൻ റെയിൻസും സി എം പങ്കിന്റെ മാച്ച് ഉള്ളതാണ്. എനിക്കൊന്ന് രണ്ടാമത്തെ ദിവസമാണോ തോന്നുന്നു ഈ റോമൻ റെയിൻസിന്റെയും സി എം പങ്കിന്റെ. അപ്പം എല്ലാവരും മറക്കാതെ മാച്ച് കാണാം. റെസൽമേനിയ 42 എന്താ പറയുക, റേറ്റിങ്ങിന് നല്ലതായിട്ട് എത്തട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ വിശേഷം പങ്കുവെച്ച് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.